الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദാണ് നാം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ അവസാനത്തെ അധ്യായം ബാബു മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമത്തി വസ് സമാവാതു മത്വിയാതുൻ ബിയമീനി സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് അവസാനിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരധ്യായം നൽകിക്കൊണ്ടാണ്. കിതാബ് തൗഹീദ്, സഹോദരങ്ങളെ, നമുക്കറിയാം, ഇതിലുള്ള പാഠങ്ങൾ മുഴുവനും തൗഹീദുൽ ഉലൂഹിയയുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമേ ആരാധനക്കർഹനായിട്ടുള്ളൂ. ഏതൊക്കെ രൂപത്തിലുള്ള ഇബാദത്തുകളാകട്ടെ അത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ നൽകാൻ പാടുള്ളൂ എന്നറിയിക്കുന്ന പാഠങ്ങളാണ് ഇതിലുള്ളത്. അതിൽ നിന്നും തെറ്റിപ്പോകുന്ന ഷിർക്കിന്റെ വ്യത്യസ്ത മുഖങ്ങളെക്കുറിച്ചും അതിന്റെ ഭയാനകതയെക്കുറിച്ചും അദ്ദേഹം ഇതിൽ ഉണർത്തിയത് കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അധ്യായം അദ്ദേഹം ഒരുപക്ഷെ അവസാനമായി കൊടുത്തിട്ടുണ്ടാകുക? വിശദീകരിക്കുന്ന ശാരിഹ്യങ്ങളിൽ ചിലർ പറഞ്ഞു, കാരണം തൗഹീദിന്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ആദരവാണ്. അള്ളാഹുവിനെ ആദരിക്കുക, തഅലീം ചെയ്യുക, അവന് മഹത്വം കൽപ്പിക്കുക എന്നുള്ള കാര്യമാണ്. ഈ അധ്യായത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മഹത്വം കൽപ്പിക്കാത്തതാണ് ശിർക്ക് ചെയ്യുന്ന ആളുകൾ ശിർക്ക് ചെയ്യാനുണ്ടായത് എന്നെല്ലാം ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ആണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തുകൊണ്ട് നീ മഹത്വം നൽകണം, അത് അള്ളാഹു തആലയുടെ വലുപ്പത്തിനെ കുറിച്ചും അദ്ദേഹം ഈ അധ്യായത്തിൽ സഹോദരങ്ങളെ ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കാം. അദ്ദേഹം പറഞ്ഞു, ബാബു മാ ജാഅ ഫീ ഖൗലില്ലാഹി തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിന്റെ വിഷയത്തിലുള്ള അധ്യായം എന്നാണ്. അതായത് ഈ ആയത്തിന്റെ വിശദീകരണം അറിയിക്കുന്ന അധ്യായം എന്ന് മനസ്സിലാക്കാം. സൂറത്തു സുമറിലെ 67-ാമത്തെ അധ്യായം ആയത്താണ് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഖുർആനിൽ 3ഓളം സ്ഥലങ്ങളിൽ ഈ ആശയത്തിൽ ഇതേ ലഫ്ളിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം, അല്ലാഹുവിന് നൽകേണ്ട ആദരവ് അവർ നൽകിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പങ്കു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഒന്ന് ഈ അധ്യായത്തിൽ ഈ ആയത്തിൽ വന്നതുപോലെ, സൂറത്തു സുമറിൽ വന്നതുപോലെ. രണ്ടാമത്തത് സൂറത്തുൽ ഹജ്ജിലും പറഞ്ഞിട്ടുണ്ട്, മാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അവർ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു അങ്ങേയറ്റം ശക്തിയുള്ളവനും അങ്ങേയറ്റം പ്രതാപമുള്ളവനുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 3 സ്ഥലങ്ങളിൽ 2 സ്ഥലം സഹോദരങ്ങളെ അല്ലാഹുവിന് തൗഹീദ് നൽകാതെ മറ്റുള്ളവരിലേക്ക് ഇബാദത്തുകൾ അർപ്പിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് ശേഷം പറഞ്ഞതാണ് അവർ അള്ളാഹുവിന് കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്നുള്ളത്. 3ാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അംഗീകരിക്കാത്ത ആളുകളെ ആക്ഷേപിച്ചുകൊണ്ടാണ്. സൂറത്തുൽ അൻആമിൽ 91-ാമത്തെ ആയത്തിൽ കാണാം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി ഇദ് ഖാലൂ മാ അൻസലല്ലാഹു അലാ ബശരിൻ മിൻ ഷൈ, അവർ അല്ലാഹു തആലയെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. അവരതാ പറഞ്ഞിരിക്കുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്കായി ഒന്നും ഇറക്കി നൽകിയിട്ടില്ല, അല്ലാഹു തആല ഒരു പ്രവാചകനെയും ഒരു വേദഗ്രന്ഥത്തെയും ഒന്നും ഇറക്കിയിട്ടില്ല എന്നവർ പറഞ്ഞു കളഞ്ഞു. പ്രവാചകനെ നിഷേധിച്ചു കളഞ്ഞു, വേദഗ്രന്ഥത്തെ നിഷേധിച്ചു കളഞ്ഞു. ഇതവർ അല്ലാഹു തആലയെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്തത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയവൻ സഹോദരങ്ങളെ ആരാണ്? അവർ അല്ലാഹു തആലയുടെ ഉലൂഹിയത്ത് അംഗീകരിക്കുന്നവരാണ്. അല്ലാഹുൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇത് രണ്ടും അംഗീകരിക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ
അള്ളാഹുവെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അള്ളാഹു തആലയിൽ പങ്കു ചേർക്കുന്നവർ ഏത് രൂപത്തിലാകട്ടെ, ചെറുതാകട്ടെ വലുതാകട്ടെ, വലിയ ശിർക്കിൽ പെട്ടുപോയ ആളുകളാകട്ടെ, ചെറിയ ശിർക്കിൽ പെട്ടുപോയ ആളാകട്ടെ, അവരിൽ ഒരാളും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കിയിട്ടില്ല. നമ്മൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു തആലക്ക് പുറമെ വളരെ ഒന്നിനും കഴിവില്ലാത്ത ദുർബലരായ അശക്തരായ മനുഷ്യരെ ആകട്ടെ, ഇനി അതിനു താഴെയുമുള്ള ജീവികളെയും ജീവനില്ലാത്തതിനെയും ആരാധിക്കുന്നവരാകട്ടെ, എന്താണ് അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്നൊന്നും ജീവിക്കുന്നവനായ, എല്ലാത്തിനും കഴിവുള്ള, എല്ലാത്തിനുമുള്ള നിയന്ത്രണമുള്ള, എന്നൊന്നും ജീവിക്കുന്ന അൽ ഹയ്യുൽ ഖയ്യൂമായ, എല്ലാ നിയന്ത്രണവുമുള്ള, ഉറക്കമോ അതിന്റെ ആമുഖമായ മയക്കമോ ഒന്നും ബാധിക്കാത്തവനായ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പൂർണ്ണമായ അറിവുള്ളവനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഒന്നിനും കഴിവില്ലാത്ത, സ്വന്തമായി ശരീരത്തിന്റെ ഒരു കാര്യം പോലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത, ഉറങ്ങിപ്പോയാൽ എന്താണ് പുറത്തു നടക്കുന്നത് എന്നറിയാത്ത, ഒന്നിനെയും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അശക്തനായ മനുഷ്യരെയും അതിനേക്കാൾ അശക്തരായ പടപ്പുകളെയും ഇബാദത്തിന്റെ അംശം നൽകുന്നവർ എന്താണ് അള്ളാഹു തആലയെ പോലെയാണ് യഥാർത്ഥത്തിൽ ഇവരെ കണ്ടിരിക്കുന്നത്. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ കണ്ടിട്ടില്ല എന്ന് നാവ് കൊണ്ട് പറഞ്ഞാലും അവർ പ്രവൃത്തി കൊണ്ട് അവർ അങ്ങനെയാണ് ചെയ്യുന്നത്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നവർ, അള്ളാഹുവെ കാക്കേണമേ എന്ന് പറയേണ്ട നാവ് കൊണ്ട് മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കേണമേ, മടവൂരെ കാക്കേണമേ എന്ന് പറയുന്നവർ, എന്താണ് ഈ മടവൂരിനും മൊഹീദ്ദീൻ ഷെയ്ഖിനും നൽകിയിട്ടുള്ള സ്ഥാനം? ആരുടെ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്ഥാനമാണ്. പ്രാർത്ഥിക്കപ്പെടാൻ അർഹനായിട്ടുള്ളവൻ, എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ, എപ്പോഴും ഉത്തരം ചെയ്യാൻ സാധിക്കുന്നവൻ. അങ്ങനെ ഉത്തരം ചെയ്യാൻ ഒരു ഭൂമിയിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർ ചോദിച്ചാലും അവർ മുഴുവൻ പേരുടെ ഉത്തരവും മുഴുവൻ പേരുടെ ചോദ്യവും ഒരുമിച്ച് കേൾക്കാനും അവർ മുഴുവൻ പേരുടെ ഉത്തരവും ഒരുമിച്ച് നൽകാനും, അങ്ങനെ നൽകുക വഴി തന്റെ ഖജനാവിൽ ഒരിറ്റുപോലും കുറയാതിരിക്കുകയും ചെയ്യുന്ന റബ്ബ്, അങ്ങനെയുള്ള റബ്ബിനോട് ചോദിക്കേണ്ടതിന് പകരം ഒന്നും ഉടമപ്പെടുത്താത്ത, ഒരു കഴിവുമില്ലാത്ത, ഒരു ശക്തിയുമില്ലാത്ത പടപ്പുകളോട് ചോദിക്കുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിദ്ദുണ്ടാക്കുകയാണ്, സമന്മാരുണ്ടാക്കുകയാണ്. വലാ തജ്അലു ലില്ലാഹി അൻദാദ, ഖുർആനിൽ അല്ലാഹു തആല ആദ്യമായി വിലക്കിയിട്ടുള്ള വിലക്കിതാണ്. വലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരുണ്ടാക്കരുത് എന്നുള്ളത്. അപ്പൊ സമന്മാരുണ്ടാക്കുക എന്ന് പറഞ്ഞത് നാവ് കൊണ്ട് ഞാൻ സമന്മാരുണ്ടാക്കി എന്ന് പറയുന്നവർ ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾ അല്ലാഹുവിന് സമന്മാരുണ്ടാക്കുകയാണ്. അള്ളാഹുവെ പോലെ ആക്കുകയാണ് നിങ്ങൾ. അള്ളാഹുവെ പോലെയാണ് നിങ്ങൾ കണക്കാക്കുന്നത്. അള്ളാഹുവിന് കേൾക്കുന്നത് പോലെ കേൾക്കാൻ സാധിക്കും, അള്ളാഹുവിന് ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യാൻ സാധിക്കും, അള്ളാഹു നിയന്ത്രിക്കുന്നത് പോലെ നിയന്ത്രിക്കാൻ സാധിക്കും. ഇതാണ് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ചിലരിപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ബാക്കിയുള്ളവരാകട്ടെ ഈ വിശ്വാസത്തിൽ തേടുന്നവരാണ്. എങ്ങനെയാണ് അവർക്ക് ഇവരെ ആക്ഷേപിക്കാൻ സാധിക്കുക? ഈ വിശ്വാസത്തിലല്ലേ നിങ്ങൾ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നത്? ഈ വിശ്വാസത്തിലല്ലേ ഖബറിന്റെ അടുക്കൽ പോകാതെയും നിങ്ങൾ വിളിച്ചു തേടുന്നത്? ബദരീങ്ങളെ കാക്കണമേ എന്ന് വിളിച്ചു തേടുന്നവന് എങ്ങനെയാണ് ഇപ്പോൾ മടവൂരിനെ പടച്ചോനാക്കുമ്പോൾ മാത്രം അവരെ വിമർശിക്കാൻ സാധിക്കുന്നത്? പടച്ചോനെ പോലെ കണ്ടിട്ടല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ പോലെ ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കും എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങളെ മാല മൗലൂദുകളിൽ നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നത്? എന്നിട്ട് ഇപ്പോൾ ചില ആളുകൾ അത് നേർക്കുനേരെ പച്ച കുഫ്ർ ചെയ്യുന്ന കുഫ്ർ നാവ് കൊണ്ട് പറഞ്ഞപ്പോൾ അവരിൽ ചിലരെ വിമർശിക്കുകയാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ ഇവരാരും സഹോദരങ്ങളെ കണക്കാക്കിയിട്ടില്ല. അള്ളാഹുവിന്റെ ശക്തി എന്താണ്? അവന്റെ കഴിവെന്താണ്? ആയത്തിന്റെ ബാക്കി അള്ളാഹു പറയുന്നു, വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമഹ്, ഭൂമി മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തത്തിലാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി, അതുപോലെ ആകാശങ്ങൾ അല്ലാഹു തആല അവന്റെ വലങ്കയിൽ ചുരുട്ടിപ്പിടിക്കുന്നതാണ് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. ഈ ഭൂമിയിലുള്ള ചെറിയ നിസാരമായ പടപ്പുകളോട് പ്രാർത്ഥിക്കുന്നവനെ, സഹായം തേടുന്നവനെ, അവരിൽ ഭരമേൽപ്പിക്കുന്നവനെ, അവരിൽ പേടിക്കുന്നവനെ, ഇതൊന്നും ഒന്നുമല്ല. ഈ ഭൂമിയിലുള്ള മുഴുവൻ ആകാശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലങ്കയിൽ ഉൾക്കൊള്ളാൻ മാത്രമില്ല. അത്രയും നിസാരമായവരാണ്. ആ നിസ്സഹായവരായ ആളുകളെയാണോ, അത്തരത്തിലുള്ള നിസ്സഹായതയിൽ കഴിയുന്ന, ഒന്നിനും കഴിവില്ലാത്ത, അവർക്കൊരു സ്വന്തം നിലക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒരു നിലക്കും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്ത ആളുകളോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുന്നവരെ, ദുആ ചെയ്യുന്നവരെ, ഇബാദത്ത് ചെയ്യുന്നവരെ അല്ലാഹു തആല പറയുന്നു, ഈ ഭൂമിയുള്ള മുഴുവൻ കാര്യങ്ങളെയും അല്ലാഹു തആല അവന്റെ വലങ്കയിൽ ഉടമപ്പെടുത്തി വലങ്കയിൽ ചുരുട്ടിപ്പിടിക്കുന്നതാണ്, ആകാശങ്ങളെയും ചുരുട്ടിപ്പിടിക്കുന്നതാണ്. എന്നിട്ട് അല്ലാഹു തആല ശിർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറയുകയാണ്, സുബ്ഹാനഹു വ തആല അമ്മാ യുശ്രികൂൻ.
അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഇബാദത്തുകളിൽ പങ്കു ചേർക്കുന്നവർ അവരിൽ നിന്നും ഉന്നതനായ റബ്ബ് എത്ര പരിശുദ്ധനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന്റെ അവസാനത്തിൽ സഹോദരങ്ങൾ പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാത്തവരാണ് ഈ രൂപത്തിൽ എല്ലാ ശിർക്ക് ചെയ്യുന്നവരും. അവസ്ഥ അതാണ്. അവർക്ക് അള്ളാഹിനെ മനസ്സിലായിട്ടേയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങാനും അവർക്ക് മനസ്സിലായിരുന്നെങ്കിൽ ഷിർക്കിന്റെ പരിസരത്ത് പോലും അവർക്ക് നിൽക്കാൻ സാധിക്കുകയില്ല. ഷിർക്കിന്റെ പരിസരത്ത് പോലും നിൽക്കാൻ സാധിക്കുകയില്ല. ഇനി അതിനുശേഷം തിന്മകളിൽ മുഴുകുന്ന ആളുകളാകട്ടെ, സഹോദരങ്ങളെ, നമ്മളോടൊക്കെ ഉള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യമാണ്. അവർക്കും അള്ളാഹു തആലയെ ധിക്കരിക്കാൻ സാധിക്കുന്നത് വേണ്ട പോലെ കണക്കാക്കാത്തത് കൊണ്ടാണ്. അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഇതിൽ വരുന്ന വീഴ്ചകൾ ഒരടിമക്ക് ഉണ്ടാകുമ്പോഴാണ് പാപങ്ങളിൽ അവൻ ചെന്നു പതിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മനസ്സിലാക്കുന്നതിലുള്ള വീഴ്ചകൾ കൊണ്ട് മാത്രമാണ് ഭൂമിയിൽ ആളുകൾ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത് എന്നാണ്. നോക്കൂ, അതിനുശേഷം അദ്ദേഹം ആയത്തുകളും ഹദീസുകളും അസറുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഓരോന്നോരോന്നായി വായിക്കാം. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നതാണ് ശേഷമുള്ള ഹദീസുകൾ എന്ന് കാണാൻ സാധിക്കും. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ സ്വഹാബി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് ഈ ഹദീസ്. അദ്ദേഹം പറയുന്നു, ജാഅ ഹബ്റും മിനൽ അഹ്ബാരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ബാറുകളിൽപ്പെട്ട ഒരു ഹബ്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നു. ഹബ്ർ അല്ലെങ്കിൽ ഹിബ്ർ, ഹബ്ർ അല്ലെങ്കിൽ ഹിബ്ർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ എന്നാണ്. ഹബ്ർ എന്ന് പറഞ്ഞാൽ, ബഹർ എന്ന് പറഞ്ഞാൽ വലിയ കടൽ എന്നാണ്, ജലാശയമാണ്. വലിയ ജലാശയത്തിനാണ് ബഹർ എന്ന് പറയുന്നത്. അതിന് ഹാ തിരിച്ചിട്ടാൽ ഹബ്ർ അല്ലെങ്കിൽ ഹിബ്ർ രണ്ടു വായനയുമുണ്ട്. എന്ന് പറഞ്ഞാൽ അറിവ് സാധാരണ ഒരു ആലിമല്ല, വലിയ അഗാധമായ പണ്ഡിതനെയാണ് ഹബ്ർ എന്ന് പൊതുവെ പറയുന്നത്. എന്നാൽ യഹൂദികളിലെ ഹബ്ർ എന്ന് പറയുന്നത് അവരിലെ പുരോഹിതന്മാരെയാണ്. ഹബർ എന്ന് പറഞ്ഞാൽ അവരിലെ പുരോഹിതന്മാരെയാണ്. അഹ്ബാർ അതിന്റെ ബഹുവചനമാണ്. അപ്പൊ അത്തരത്തിലുള്ള വലിയ ഒരു യഹൂദ പണ്ഡിതൻ, അപ്പൊ ആ പണ്ഡിതനിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരികയുണ്ടായി. അവർ ചോദിച്ചു, അവർ പറഞ്ഞു, യാ മുഹമ്മദ്. യഹൂദരും അതുപോലെ അറാബികളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇങ്ങനെയാണ് അഭിസംബോധന ചെയ്യാറുള്ളത്, വിവരമില്ലാത്ത ആളുകൾ. എന്നാൽ ഖുർആനിന്റെ കൽപ്പനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല. യാ നബി അല്ലാഹ്, യാ റസൂൽ അല്ലാഹ്. സ്വഹാബികൾ അങ്ങനെയാണ് വിളിക്കാറുള്ളത്. യാ മുഹമ്മദ് എന്ന് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്നാ നജിദു അന്നല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഇസ്ബഅ വൽ അർദീന അലാ ഇസ്ബഅ വശജറ അലാ ഇസ്ബഅ വൽ മാഅ അലാ ഇസ്ബഅ വസ്സറ അലാ ഇസ്ബഅ വസായിരിൽ ഖൽഖി അലാ ഇസ്ബഅ ഫയഖൂലു അനൽ മലിക്. യഹൂദർ അവരുടെ തൗറാത്തിൽ കണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തൗറാത്തിൽ വന്ന ചില കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ തൗറാത്തിൽ വന്ന ആ കാര്യങ്ങൾ കാലാഹരണപ്പെടാതെ ബാക്കിയായ സംരക്ഷിക്കപ്പെട്ട ഭാഗങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്ന തൗറാത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഹക്കായിട്ട് ബാക്കിയായിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം അത് സത്യപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്നാ നജിദു, ഞങ്ങൾ തൗറാത്തിൽ കണ്ടിട്ടുണ്ട്, അന്നല്ലാഹ യജ്അലു സ്സമാവാതി അലാ ഇസ്ബഅ, അല്ലാഹു തആല ആകാശങ്ങളെ മുഴുവൻ അവന്റെ ഒരു വിരലിൽ വെക്കുന്നതാണ്. ആകാശങ്ങളെ മുഴുവൻ ഒരു വിരലിൽ വെക്കുന്നതാണ്. വൽ അർളീന അലാ ഇസ്ബഅ, അതുപോലെ ഭൂമികളെ മുഴുവൻ ഒരു വിരലിൽ വെക്കുന്നതാണ്. വശജറ അലാ ഇസ്ബഅ, അതുപോലെ വൃക്ഷങ്ങളെ, ഭൂമിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളെ മറ്റൊരു വിരലിൽ വെക്കുന്നതാണ്. വൽ മാഅ അലാ ഇസ്ബഅ, ഭൂമിയിലുള്ള മുഴുവൻ ജലാശയങ്ങളെയും ഒരു വിരലിൽ വെക്കുന്നതാണ്. വസ്സറ അലാ ഇസ്ബഅ, അതുപോലെ ഭൂമിയിലുള്ള മണ്ണുകൾ മുഴുവനും ഒരു വിരലിൽ വെക്കുന്നതാണ്. വസായിരിൽ ഖൽഖി അലാ ഇസ്ബഅ, ബാക്കിയുള്ള അവശേഷിക്കുന്ന മുഴുവൻ പടപ്പുകളെയും അവൻ ഒരു മറ്റൊരു വിരലിൽ വെക്കുന്നതാണ്. ഫയഖൂലു, എന്നിട്ട് അല്ലാഹു തആല പറയും, അനൽ മലിക്, ഞാനാണ് എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്ന അൽ മലിക്, ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇതിൽ ഇദ്ദേഹം സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുള്ളത് വൽ മാഅ വസ്സറ അലാ ഇസ്ബഅ എന്നാണ്. വെള്ളവും മണ്ണും ഒരൊറ്റ വിരലിലാണ് എന്നാണ് വന്നിട്ടുള്ളത്. അല്ലാതെ വെള്ളം ഒരു വിരൽ, അതുപോലെ മണ്ണൊരു വിരലിൽ എന്ന് വന്നിട്ടില്ല. അദ്ദേഹം ഷെയ്ഖിന് അത് കൊടുത്തതിൽ അബദ്ധം പിണഞ്ഞതായിരിക്കാമെന്ന് ശാരിഹ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ടും കൂടിയിട്ടാണ്, വെള്ളവും മണ്ണും കൂടിയിട്ടാണ് ഒരു വിരൽ എന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. വസായിറുൽ ഖൽഖി അലാ ഇസ്ബഅ, ബാക്കി ഭൂമിയിൽ എന്തെല്ലാം പടപ്പുകൾ അവശേഷിക്കുന്നുണ്ടോ ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിരലിൽ ഉൾപ്പെടുത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ കഴിവും ശക്തിയുമാണ് ഇതിൽ അറിയിക്കുന്നത്. ഈ നാം കാണുന്ന ഭൂമി തന്നെ നമ്മൾ മുഴുവൻ കണ്ടിട്ടില്ല.
ചക്രവാളം തന്നെ നമുക്ക് ഈ കാണുന്നത് ചെറിയ കാര്യം മാത്രമേ നമ്മൾ ഈ കാണുന്നുള്ളൂ. ഇതൊരു ഭൂമിയുടെ ഒരു ഭാഗം പോലും നമ്മൾ കണ്ടിട്ടില്ല. ഈ ഭൂമി എത്ര വലുതാണ്. അതുപോലെ എത്ര എത്ര ഭൂമികളുണ്ട്. 7 ഭൂമികളെ കുറിച്ച് പറയപ്പെടുന്നുണ്ട്. അതുപോലെ എത്ര എത്ര ഗ്രഹങ്ങളുണ്ട്. ഈ പറയുന്ന അള്ളാഹു പടച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കാൻ മാത്രം, കയ്യിൽ ഉൾക്കൊള്ളാൻ മാത്രമേ ഉള്ളൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഇതിൽ അള്ളാഹു തആലക്ക് കൈയുണ്ടെന്നും വിരലുണ്ടെന്നുമുള്ള കാര്യം ഇതിൽ വന്നിട്ടുണ്ട്. അഹ്ലു സുന്നത്തി വൽ ജമാഅ അതുപോലെ വിശ്വസിക്കുന്നു. അഹ്ലു സുന്നത്തി വൽ ജമാഅ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈയുണ്ടെന്നും അള്ളാഹുവിന് വിരലുണ്ടെന്നും അതുപോലെ വിശ്വസിക്കുന്നു. എന്നാൽ അതിനൊരു ഖായിദയുണ്ട്, ഒരു അടിസ്ഥാനമുണ്ട്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അള്ളാഹു തആലയെ പോലെ മറ്റാരുമില്ല എന്നുള്ളത് നമ്മൾ അടിസ്ഥാന ഖായിദയാണ്. അതായത് ഏതൊരു സിഫത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏതൊരു വിശേഷണവും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരു കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ മറ്റൊരാൾക്കുമില്ല. നിഷേധിക്കുന്നവർ നിഷേധിക്കാറുള്ളത് പലപ്പോഴും അത് അവർക്ക് കാണാൻ പറ്റുന്ന മനുഷ്യരുടേതോ മറ്റോ ഒക്കെ ഒരു അവയവത്തോടോ അല്ലെങ്കിൽ ഒരു സിഫത്തിനോടോ വിശേഷണത്തോടോ അവരാദ്യം താരതമ്യം ചെയ്യും. എന്നിട്ട് അവർ പറയും ഇത് അള്ളാഹു യോജിക്കുകയില്ല, അതുകൊണ്ട് അള്ളാഹു തആലക്ക് ഇതില്ല എന്ന് പറയുന്ന പൂർണ്ണമായി നിഷേധിക്കുന്ന ആളുകൾ പുറപ്പെടുകയുണ്ടായി. പൂർണ്ണമായി നിഷേധിക്കുന്ന ജഹ്മിയാക്കളെ പോലെ, അല്ലെങ്കിൽ ഭാഗികമായി ചില സിഫത്തുകളെ മാത്രം സ്ഥിരപ്പെടുത്തി ബാക്കി നിഷേധിക്കുന്ന അശ്അരികളെ പോലെയും മാതുരീദികളെ പോലെയുമുള്ള ആളുകളുണ്ടായി. അവർ നിഷേധിക്കുകയാണ്, അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുകയാണ്. വേറെ ചിലർ സിഫത്തുകളെ ഇല്ലാത്ത ദുർവ്യാഖ്യാനങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന് ശക്തിയുണ്ട്, ഖുവ്വത്തുണ്ട് എന്നാണ്. അത് ഭാഷാപരമായി യോജിക്കുന്ന കാര്യമല്ല. മറിച്ച് അള്ളാഹു തആലക്ക് ഖുവ്വത്ത് എന്നുള്ള വാക്ക് പ്രയോഗിക്കാൻ സാധിക്കാനിട്ടാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുവ്വത്തിന് ഖുവ്വത്ത് എന്ന് പറയാൻ അറിയാനിട്ടാണോ? ഒരിക്കലുമല്ല. മറിച്ച് കൈയുണ്ടെന്ന് പറഞ്ഞാൽ അത് കൈയുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിന്തിക്കാവുന്ന ഒരു കൈയുടെ രൂപവും അതിൽ ഉണ്ടാവുകയില്ല. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ, ദാത്തിനെ കുറിച്ച് ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ അവന്റെ ഓരോ സിഫത്തുകളെ കുറിച്ചും ചിന്തിച്ചു മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈ. നീ മനസ്സിലാക്കിയാൽ മതി, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. അതുകൊണ്ട് നിനക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാകട്ടെ, നീ നേരിൽ കാണുന്നതാകട്ടെ, അതുപോലെയൊന്നുമല്ല. അള്ളാഹു ഏറ്റവും മനോഹരമായ ജമാലാണ്. ഇന്നല്ലാഹ ജമാൽ. അള്ളാഹുവിന് യോജിക്കുന്ന രൂപത്തിലുള്ള കാര്യമേ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അള്ളാഹു തആലക്ക് കൈയുണ്ട്, വിരലുണ്ട് എന്നുള്ളത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട അത്ഭുതം എന്ന് പറയുന്നത് യഹൂദികൾ ഈ കാര്യം വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ്. യഹൂദികൾ ഇതുകൊണ്ട് കൃത്യമായി വന്ന് പറയുകയാണ് അള്ളാഹു തആലക്ക് വിരലുണ്ട് എന്നുള്ളത് തൗറാത്തിൽ വന്നത് അവർ അതുപോലെ വിശ്വസിച്ചിരിക്കുന്നു. അവരതിനെ ദുർവ്യാഖ്യാനിക്കാൻ നിന്നിട്ടില്ല. അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിച്ചിട്ടില്ല, അവർ ദുർവ്യാഖ്യാനിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് കാണുന്ന അശ്അരികളെ പോലെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള സിഫത്തുകളെ നിഷേധിക്കുന്ന ആളുകൾ, അവരുടെ കാര്യം എത്ര അത്ഭുതമാണ്. അവർ ഇതിനെ നിഷേധിക്കുകയാണ്. അതല്ലെങ്കിൽ മറ്റർത്ഥങ്ങൾ അതിന് പറയുകയാണ്. സ്വഹാബികൾക്ക് അറിയാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെ അറിയാത്ത രൂപത്തിലുള്ള പല രൂപത്തിലുള്ള അർത്ഥങ്ങളും അവർ പറയുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിക്കുകയാണ്. യഹൂദികൾ അത് കൃത്യമായി പറയുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞു, അതായത് യഹൂദി തൗറാത്തിൽ കണ്ട കാര്യം പറഞ്ഞു, ഇതെല്ലാം പറഞ്ഞിട്ട് ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു തആല പറയും, ഖിയാമത്ത് നാളിൽ പറയുന്നതാണ്, അനൽ മലിക്, ഞാനാണ് രാജാതിരാജൻ, ഞാനാണ് സർവാദിത്യം, എല്ലാത്തിന്റെയും അധിപൻ ഞാനാണ് എന്നാണ്. ഇതാണ് നമ്മൾ ഖുർആനിൽ സ്ഥിരമായി പാരായണം ചെയ്യുന്നത്, മാലിക് യൗമിദ്ദീൻ. ചില ഖിറാഅത്തിൽ മലിക് യൗമിദ്ദീൻ എന്ന് തന്നെ വന്നിട്ടുണ്ട്. മലിക്കാണ് അല്ലാഹു തആല, രാജാവാണ്, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവരാണ്. ഖിയാമത്ത് നാളിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഭാഗമാണ് സൂറത്തുൽ ഫാത്തിഹയിലെ മാലിക് യൗമിദ്ദീൻ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം. അല്ലാഹു തആല ഈ ആകാശങ്ങളെയും ഭൂമികളെയും എല്ലാം അവന്റെ വലം കൈയിൽ എടുത്തുകൊണ്ട് അല്ലാഹു തആല പറയുന്നതാണ് അനൽ മലിക്, ഞാനാണ് രാജാതിരാജൻ, ഞാനാണ് രാജാവ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. ചില റിവായത്തിൽ അനൽ മലിക് അനൽ മലിക് എന്ന് ആവർത്തിച്ചു പറയുന്നുണ്ട്, എന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. വേറെ ചില റിവായത്തിൽ അനൽ ജബ്ബാർ, അനൽ മുതകബ്ബിർ, അനൽ മലിക്, അനൽ അസീസ്, അനൽ കരീം എന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിന്റെയും അധിപനായ, അസീസായ, പ്രതാപവാനായ, ആദരണീയനായ അല്ലാഹു തആലയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പൊ ഭൂമിയിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്, നാട്ടുരാജാക്കന്മാരുണ്ട്, ലോകത്തെ തന്നെ വലിയ രാജാക്കന്മാരായി ചമയുന്നവരുണ്ട്. പല കാലങ്ങളിലായി ജീവിച്ചു മരിച്ചുപോയിട്ടുണ്ട്. ഇന്നുമുണ്ട് പല രൂപത്തിലുള്ള രാജാക്കന്മാർ, അക്രമം അഴിച്ചുവിടുന്നവർ, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നവർ, അങ്ങനെ എല്ലാ ദുൽമും ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ചോദിക്കുന്നതായി ഖുർആനിൽ പറഞ്ഞത്, ലിമനിൽ മുൽക്കുൽ യൗം,
ഇന്നേ ദിവസം ആർക്കാണ് ആധിപത്യമുള്ളത്? മലക്കുകൾ പറയും ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഏകനായ എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന അൽ വാഹിദുൽ ഖഹാറായ അള്ളാഹുവിന് മാത്രമാണ് എന്നാണ്. അതുകൊണ്ടാണ് മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥനെ നമ്മൾ പ്രത്യേകം പറയുമ്പോൾ അല്ലെ നമുക്കറിയാം അള്ളാഹു എല്ലാ സമയത്തും ഉടമസ്ഥനാണ്. ഇന്നും അള്ളാഹു താലയാണ് ഭൂമിയുടെയും ആകാശത്തിന്റെയും അധീപൻ, ഉടമസ്ഥൻ അള്ളാഹുവാണ്. പക്ഷെ എന്തുകൊണ്ട് യൗമുദ്ദീനിലേക്ക് ചേർത്തി പറഞ്ഞു പ്രതിഫല ദിവസത്തിന്റെ അന്നത്തെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞു? കാരണം അന്നാണ് എല്ലാവർക്കും ബോധ്യപ്പെടുന്നത്, വ്യക്തമാകുന്നത്. ഇന്ന് ബോധ്യപ്പെടാത്ത, അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, അള്ളാഹുവിന്റെ മുൽക്കിനെ കുറിച്ച് മനസ്സിലാക്കാത്ത, അവന്റെ ഉടമസ്ഥാവകാശത്തെ കുറിച്ച് മനസ്സിലാക്കാത്തവർക്കൊക്കെ അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ ഹദീസിൽ വന്ന ഭാഗം അൽ മലിക് എന്ന് പറയും. ഇത്രയും യഹൂദി പറഞ്ഞപ്പോൾ ഫളഹിക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ബദത് നവാജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും അപൂർവം മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ തണപ്പല്ല് കാണുകെ ചിരിക്കുക എന്നുള്ളത്. അവിടുത്തെ മോണയും അണപ്പല്ലും ഒക്കെ കാണുകെ ചിരിക്കുക എന്നുള്ളത് അപൂർവമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. പൊതുവെ അവിടുത്തെ ചിരി എന്ന് പറയുന്നത് പുഞ്ചിരിയാണ്, തബസ്സുമാണ്. എന്നാൽ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഇത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ ചിരിച്ചത്? തസ്ദീഖൻ ലിഖൗലി അൽ ഹബർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റിവായത്ത് ചെയ്ത തസ്ദീഖൻ ലിഖൗലിൽ ഹബർ, അയാൾ പറഞ്ഞത് സത്യപ്പെടുത്തിക്കൊണ്ടാണ്. കാരണം യഹൂദിയാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട യഹൂദിയാണ് ഈ പറയുന്നത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഇത്രയും ഗംഭീരമായ സത്യം ആ യഹൂദിയുടെ നാവിൽ നിന്ന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്തോഷം കൊണ്ട് ചിരിച്ചതാണ്. എന്നിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ് തസ്ദീഖൻ ലിഖൗലിൽ ഹബർ, അയാൾ പറഞ്ഞതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ആര് ചിരിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ ഹദീസിനെ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ സിഫത്തുകളെ നിഷേധിക്കുന്നതാണ്. ഈ ഹദീസിൽ വിരലെന്ന് പറയുന്ന സിഫത്ത് ഉണ്ടല്ലോ, അള്ളാഹുവിന് വിരലുണ്ട് എന്നുണ്ടല്ലോ, ഇതിനെ നിഷേധിക്കുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ചിരിയെ വ്യാഖ്യാനിക്കുന്നത് അത് യഹൂദിയെ പരിഹസിച്ചതാണ് എന്നാണ്. അവരുടെ വ്യാഖ്യാനം അങ്ങനെയാണ്. അത് യഹൂദി പറഞ്ഞത് ശരിയൊന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചത് യഹൂദിയെ പരിഹസിച്ചിട്ടാണ് എന്നാണ്. എന്നാൽ എന്താണ് സഹാബി പറയുന്നത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് തസ്ദീഖൻ ലിഖൗലിൽ ഹബർ, ആ യഹൂദ പണ്ഡിതന്റെ വാക്കിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് എന്നാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അതൊരു തെളിവാണ്. രണ്ടാമത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ബാത്തിൽ പറഞ്ഞാൽ, അല്ലാഹു തആലയെ കുറിച്ച് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അവിടുന്ന് ചിരിക്കുമോ? ഒരിക്കലുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലുമൊക്കെ ഒരു ബാത്തിൽ പറഞ്ഞാൽ അവിടുന്ന് ഉടനെ തന്നെ മുഖം വിവർണമാകുമായിരുന്നു, അതിനെതിരെ സംസാരിക്കുമായിരുന്നു, ഉടനെ തന്നെ അതിന് പ്രതികരിക്കുമായിരുന്നു. അത് സ്വഹാബികളിൽ നിന്നുണ്ടായാൽ പോലും അങ്ങനെയാണ്. സ്വഹാബികൾ ഒരു തെറ്റ് പറഞ്ഞാൽ, അല്ലെ മാഷാ അല്ലാഹ് വശിഅത്, താങ്കളും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ എന്ന് സ്വഹാബി പറഞ്ഞപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഅൽതനി ലില്ലാഹി നിദ്ദൻ, നീ എനിക്ക് അള്ളാഹുവിന് സമന്മാരാക്കുകയാണെന്ന് പറഞ്ഞ് മറുപടിയാണ് പറഞ്ഞത്, ആക്ഷേപിക്കുകയാണ് പറഞ്ഞത്. അങ്ങനെ എത്ര എത്ര ആക്ഷേപങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുമ്പിൽ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊരു തെറ്റായിരുന്നെങ്കിൽ അവിടുന്ന് ആക്ഷേപിക്കണമായിരുന്നു. ആക്ഷേപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അവിടുന്ന് ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ നിന്ന് ആയത്തോതി ഈ യഹൂദി പറഞ്ഞ കാര്യത്തെ സത്യപ്പെടുത്തുകയാണ്. ഇത് ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളതാണ് എന്നറിയിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതാണ് ശേഷം കാണുന്നത് ഈ പറഞ്ഞ ആയത്ത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, അല്ലാഹു തആല അവർ കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അല്ലാഹുവിന്റെ പിടുത്തത്തിലാണ്. വസ്സമാവാതു മത്വിയാതും ബിയമീനി, ആകാശങ്ങൾ അല്ലാഹുവിന്റെ വലങ്കയിൽ ചുരുട്ടപ്പെട്ട നിലയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തെ പൂർണ്ണമായി സത്യപ്പെടുത്തുകയാണ് എന്ന് കാണാൻ സാധിക്കും. വഫി റിവായത്തിൽ മുസ്ലിം, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത കാര്യത്തിൽ ഇപ്രകാരം കൂടിയുണ്ട്. വൽ ജിബാല വശജറ അല ഇസ്ബ, പർവ്വതങ്ങളും മരങ്ങളും ഒരു വിരലിലാണ്. സുമ്മ യഹുസ്സുഹുന്ന, അല്ലാഹു തആല അതിനെല്ലാം കുലുക്കിക്കളയും, പ്രകമ്പനം കൊള്ളിച്ചു കളയും. അത്ര വലിയ പർവ്വതമാണ് നമ്മൾ കാണുന്ന ഒരു പർവ്വതം. അങ്ങനെയുള്ള ലോകത്തുള്ള മുഴുവൻ പർവ്വതങ്ങളുമുണ്ട്, ലോകത്തുള്ള വലിയ വലിയ വൃക്ഷങ്ങൾ മുഴുവനുമുണ്ട്. എല്ലാം ഒരൊറ്റ വിരലിലാണ് അല്ലാഹു തആലക്ക്. സുമ്മ യഹുസ്സുഹുൻ, അതിനെല്ലാം അല്ലാഹു തആല പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് പറയും അനൽ മലിക് അനല്ലാഹ്, ഞാനാണ് അൽ മലിക്, എല്ലാത്തിനെയും ഉടമപ്പെടുത്തുന്നവൻ, അനല്ലാഹ്, ഞാനാണ് അല്ലാഹു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസ് ചില റിവായത്തിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറയുന്നത് ഒരു മിമ്പറിൽ നിന്നാണ്.
അവിടുത്തെ ഒരു മരത്തടിയിലുള്ള ഒരു മിമ്പറിൽ നിന്നാണ്. ഇത് പറയുമ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഹത്താ നളർതു ഇലൽ മിമ്പർ, ഞാൻ ആ മിമ്പറിലേക്ക് നോക്കി, യതഹറകു മിൻ അസ്ഫലി ശൈഇൻ മിൻ, അതിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഇങ്ങനെ ആടുകയാണ്, മിമ്പർ ഇങ്ങനെ ആടുകയാണ്. ഹത്താ ഇന്നി ലഅഖുൽ അസാഖിതുഹു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെയും കൊണ്ട് ആ മിമ്പർ അങ്ങ് വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുമാർ ഞാൻ സ്വന്തത്തോട് ചോദിച്ചു എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറഞ്ഞിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറയുന്ന സമയത്ത് അങ്ങേയറ്റം അവിടുന്ന് ഇങ്ങനെ അള്ളാഹുവിനുള്ള ആദരവ് കാരണത്താൽ ഇങ്ങനെ ശരീരം വിറക്കുന്നുണ്ടായിരുന്നു. ആ വിറയലിന്റെ കാരണത്താലാണ് മിമ്പർ അനങ്ങിയത് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. എന്നാൽ വേറെ ചിലർ പറഞ്ഞു, ആ മിമ്പർ തന്നെ ഈ ആയത്തിന്റെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കഴിവിനെയും ശക്തിയെയും കുറിച്ച് മനസ്സിലാക്കിയ ആ മിമ്പർ തന്നെ അനങ്ങിയതാകാം. അല്ലെ, അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ, കാരണം അത് ഹദീസിൽ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്, അതിന് തന്നെ ഉണ്ടായതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. ശരി, വൽ ജിബാല വശജറ അല ഇസ്ബഅ സുമ്മ യഹുസ്സുഹുന്ന, പർവ്വതങ്ങളും അതുപോലെ വൃക്ഷങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ ഒരു വിരലിലാണ്, അതിനെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകമ്പനം കൊള്ളിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് ഇങ്ങനെയെല്ലാം കഴിവും ശക്തിയുമുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ഒക്കെ ചെയ്യേണ്ടതിനു പകരം ഒരു കഴിവുമില്ലാത്ത ഒരു മരത്തെ, ജീവനുള്ള സമയത്ത് ഒരു മരത്തെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുമോ? എന്തെങ്കിലുമൊക്കെ എൻ്റെ ഒരു വിരൽ എന്താണ് അവനോട് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്? എന്താണ് ഒരു മനുഷ്യനുള്ള കഴിവ്? ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. അല്ലെ, കൂട്ടത്തിൽ ഏറ്റവും കഴിവുള്ളത് മനുഷ്യന്മാരാണ്, ഏറ്റവും ബുദ്ധിയുള്ളത് മനുഷ്യന്മാരാണ്. അവരുടെ അവസ്ഥ തന്നെ അങ്ങേയറ്റം ദുർബലമാണ്. ഈ ഭൂമിയിൽ അവരൊന്നുമല്ല. ഈ ഒരു ഭൂമിയുടെ ഉള്ളിൽ മനുഷ്യർ മുഴുവനും തന്നെ ഒന്നുമല്ല. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യരിൽപ്പെട്ട ഒരു മനുഷ്യൻ, ദുർബലനായ ഒരു മനുഷ്യൻ, അങ്ങനെയുള്ള മനുഷ്യനോട് അവൻ മരണപ്പെട്ടുകൂടി കഴിഞ്ഞാൽ അവന്റെ അശക്തി, അതിന്റെ ആഴം വർദ്ധിച്ചു, ഒരു ശക്തിയുമില്ലാതായി തീർന്നു, അവൻ മണ്ണായി തീർന്നിരിക്കുന്നു, നുരുമ്പിച്ചിരിക്കുന്നു, ഒരു കഴിവും അവന് ബാക്കിയില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു കഴിവുമില്ല, മരിച്ചു കഴിഞ്ഞാൽ ഒരു കഴിവുമില്ല. പക്ഷേ വിവരമില്ലാത്ത ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ കഴിവ് കൂടും എന്ന് അല്ലാഹു തആലയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, കളവ് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചിലത് അല്ലാഹുവിനെ കുറിച്ച് അറിവില്ലാത്തത് പറയുക എന്നത് ശിർക്കിന് മുകളിൽ പറഞ്ഞത് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വഫീ റിവായത്തിൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ റിവായത്തിൽ, യജ്അലുസ് സമാവാതി അലാ ഇസ്ബഅ, ആകാശങ്ങളെ ഒരു വിരലിലാണ്, വൽ മാഅ വസ്സറ അലാ ഇസ്ബഅ, വെള്ളവും മണ്ണുമെല്ലാം ഒരു വിരലിലാണ്, വസാഇറുൽ ഖൽഖി അലാ ഇസ്ബഅ, ബാക്കിയുള്ള ചരാചരങ്ങൾ മുഴുവനും ഒരു വിരലിലാണ് എന്ന് കാണാൻ സാധിക്കും. ഇതെല്ലാം അള്ളാഹുവിന്റെ അളമത്തിനെ കുറിച്ച്, അവന്റെ മഹത്വത്തെ കുറിച്ച് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഹദീസാണ്. ശേഷം അദ്ദേഹം കൊടുത്തത് ഇമാം മുസ്ലിമിന്റെ റിവായത്താണ്. ഖാലൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് വലി മുസ്ലിമിൻ അൻ ഇബ്നു ഉമർ മർഫൂഅ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്ത് പറഞ്ഞു, യത്വില്ലാഹു സ്സമാവാതി യൗമൽ ഖിയാമ, യത്വില്ലാഹു സ്സമാവാതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ആകാശങ്ങളെ ചുരുട്ടുന്നതാണ്. സുമ്മ യഖുദുഹുന്ന ബിയദിഹിൽ യുംന, പിന്നീട് ആ ചുരുട്ടിയ ആകാശങ്ങളെ അവന്റെ വലങ്കയിൽ അല്ലാഹു തആല എടുക്കുന്നതാണ്. സുമ്മ യഖൂൽ, ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അനൽ മലിക്, ഞാനാണ് രാജാവ്. ഐനൽ ജബ്ബാറൂൻ, ഭൂമിയിലെ സ്വേച്ഛാധിപതികൾ എവിടെ? ഐനൽ മുതകബ്ബിറൂൻ, ഭൂമിയിലെ അഹങ്കാരികൾ എവിടെ? സുമ്മ യത്വിൽ അർളീന സബ, പിന്നീട് 7 ഭൂമികളെയും അല്ലാഹു തആല ചുരുട്ടും. സുമ്മ യഖുദുഹുന്ന ബിശിമാലി, പിന്നീട് അവന്റെ മറ്റേ കൈയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതെടുക്കുന്നതാണ്. സുമ്മ യഖൂൽ, ശേഷം അല്ലാഹു തആല പറയും, അനൽ മലിക് ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ, നേരത്തെ പറഞ്ഞത് തന്നെ. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിലും സമാനമായ കാര്യമാണ് പറയുന്നത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തി പറയുന്ന സ്വഹീഹായ ഹദീസാണിത്. ഇമാം മുസ്ലിമാണ് റിവായത്ത് ചെയ്യുന്നത്. ഇതിലും സമാനമായ കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇതിൽ നേരത്തെ ഇല്ലാത്ത ഒരു ലഫ്ള് എന്ന് പറയുന്നത് സുമ്മ യത്വിൽ അർളീന സബ, 7 ഭൂമികളെയും ചുരുട്ടിയെടുക്കുന്നതായിട്ട് പറയുന്നുണ്ട്. സുമ്മ യഖുദുഹുന്ന ബിശിമാലിഹി, അത് ബിശിമാലിഹി, ഇടങ്കൈ കൊണ്ടെടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത്, ആദ്യത്തെ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത് ആകാശഭൂമികളെല്ലാം വലം കൈയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ഹദീസിൽ ഭൂമികളെ ഇടം കൈയിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനോട് പണ്ഡിതന്മാർ എന്താണ് മറുപടി പറഞ്ഞിട്ടുള്ളത്? ചില പണ്ഡിതന്മാർ സ്വഹീഹ് മുസ്ലിമിലുള്ള ഈ ഭാഗം അത് ഷാദാണ്, ഒറ്റപ്പെട്ട ഭാഗമാണ്, അത് ദുർബലമാണ്, ഈ ഒരു ഭാഗം അത് ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇടത് കൈ കൊണ്ട് എടുത്തിട്ട് അത് വലത് കൈയിലേക്ക് വെച്ചിരിക്കാം, അതായിരിക്കാം അതിന്റെ ഉദ്ദേശം എന്ന് വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഷിമാൽ, യദുൻ ഷിമാൽ, ഇടം കൈ എന്നുള്ളത് സിഫത്തുണ്ടോ
എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ചിലപ്പോൾ അൽ അഖീദത്തുൽ വാസത്തിയ പോലെയുള്ള കിതാബുകൾ ഇതിന് വിശദീകരണം കേട്ടിരിക്കാം. ഇതിന്റെ ചുരുക്കം ഇതാണ്: അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇടം കൈയുണ്ടോ, അള്ളാഹുവിന്റെ സിഫത്തിൽ അങ്ങനെ ഒന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ സ്ഥിരപ്പെട്ട കാര്യം, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം, അല്ലാഹു തആലക്ക് 2 കൈകളുണ്ട് എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 2 കൈയും വലതാണ് എന്നുള്ളതും സ്വഹീഹായ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ ഉണ്ട്. അല്ലാഹുവിന്റെ 2 കൈയും വലതാണ്. കിൽതാ യദൈനി യമീൻ എന്ന് പറയുന്ന യദൈഹി യമീൻ എന്ന് പറയുന്ന ഹദീസുമുണ്ട്. ഇനിയുള്ള കാര്യം, ആ രണ്ടാമത്തെ കൈ, വലം കൈക്ക് വലത് കൈയാണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അതല്ലാത്ത കൈയെ ഇടത് എന്ന് പറയാമോ എന്നുള്ള വിഷയത്തിലാണ് അഭിപ്രായ വ്യത്യാസം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് പറയാം, അതൊരു പേര് എന്നുള്ള നിലക്ക് പറയാം, പക്ഷേ അതൊരു വസ്ഫല്ല, ഒരു പേര് എന്നുള്ള നിലക്ക് പറയാം. കാരണം ഇടത് എന്നുള്ള വാക്കിന് ഒരു ദൗർബല്യം അറിയിക്കുന്ന ഒരു വാക്കാണ്. കാരണം വലം കൈയേക്കാളും കഴിവ് കുറഞ്ഞതായിരിക്കും ഇടം കൈ. അപ്പൊ അങ്ങനെ ഒരു ദൗർബല്യം എന്നുള്ള നിലക്കല്ല, മറിച്ച് പേര് എന്നുള്ള നിലക്ക് പറയാം. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തിയും കഴിവും അവന്റെ ഔദാര്യവുമെല്ലാം രണ്ടും ഒരുപോലെയാണ്. ഹദീസിൽ വന്നതുപോലെ രണ്ടും ഒരുപോലെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ 2 ഹദീസിനെയും ജംഅ് ചെയ്യുന്ന പണ്ഡിതന്മാരൊക്കെ എങ്ങനെയാണ് പറഞ്ഞത്? എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ പറയാവതല്ല. ഷിമാൽ എന്ന് പറയുന്ന ഇമാം മുസ്ലിമിന്റെ ഈ റിവായത്തിന്റെ ഈ ഭാഗം അത് ഷാദായ, ഒറ്റപ്പെട്ട, ഒഴിവാക്കേണ്ട ആ ഭാഗം ഉപയോഗിക്കേണ്ടതില്ല എന്ന അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. മറിച്ച് ഹദീസിൽ പറഞ്ഞതുപോലെ കിൽതൽ യദൈൻ യമീൻ, 2 കൈയും യമീനാണ്. അതുകൊണ്ട് ഒന്നുകിൽ അൽ യദുൽ യമീൻ എന്ന് പറഞ്ഞാൽ മറ്റേതിന് അൽ യദുൽ ഉഖ്റ, മറ്റേ കൈ എന്ന രൂപത്തിൽ പറയാം എന്നാണ് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും സഹോദരങ്ങളെ അഖീദയിലുള്ള വലിയ അഭിപ്രായ വ്യത്യാസമല്ല. അതിന് പേരങ്ങനെ വെക്കാമോ അല്ലേ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. അത് പണ്ഡിതന്മാർ എത്രമാത്രം സൂക്ഷ്മത അതിൽ കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതല്ലാതെ സിഫത്തിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസം അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം അദ്ദേഹം കൊടുക്കുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു അസറാണ്. വറൂവിയ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാൽ മസ്സവാതു السبع والأرضون السبع في كف الرحمن إلا كخردلة في يد أحدكم. 7 ആകാശങ്ങളും 7 ഭൂമിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൈപ്പടയിൽ, കഫിൽ, അത് നിങ്ങളുടെ ഒരാളുടെ കയ്യിൽ എങ്ങനെയാണ് ഒരു കടുകുമണി ഉണ്ടാകുക, അത്രയേ ഉള്ളൂ എന്ന്. നമ്മുടെ ഒരു കയ്യിൽ നമ്മളൊരു കടുകുമണി ഇട്ടാൽ എത്രമാത്രം ചെറുതായിരിക്കും, ചിലപ്പോൾ നമുക്കത് കാണാൻ തന്നെ സാധിക്കുകയില്ല. 2 വിരലിന്റെ ഇടയിലേക്ക് പോയാൽ ആ കടുകുമണി ഉണ്ടോ എന്ന് തന്നെ നമുക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്രയും നിസ്സാരമാണ് നമ്മുടെ കയ്യിൽ ഒരു കടുകുമണി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 7 ആകാശങ്ങളും 7 ഭൂമിയും എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. നമ്മുടെ ഗ്രാഹ്യശേഷിയും ബുദ്ധിയും ഒക്കെ നമുക്ക് കുറവാണ്. അതുകൊണ്ട് അല്ലാഹു തആലക്ക് അതൊരു പ്രയാസമുള്ളതോ ബുദ്ധിമുട്ടുള്ളതോ ആയ ഒരു കാര്യമേ അല്ല. നിങ്ങളുടെ കയ്യിൽ ഒരു കടുകുമണി നിങ്ങൾക്ക് എത്രമാത്രം എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുമോ അതിനേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് 7 ആകാശങ്ങളും 7 ഭൂമിയും അല്ല, അതിനുശേഷം ഒരുപാട് കാര്യങ്ങളും പറഞ്ഞു. ഇതെല്ലാം അല്ലാഹു തആലക്ക് അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ അസറിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം കൊടുത്തത് ഇബ്നു ജരീർ റഹിമഹുള്ളയുടെ ഇബ്നു ജരീറിന്റെ ഒരു അസറാണ്. വഖാല ഇബ്നു ജരീർ ഹദ്ദസനി യൂനുസ് അഖ്ബറന ഇബ്നു വഹബ് ഖാല ഇബ്നു സെയ്ദ് ഹദ്ദസനി അബി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്സമാവാതു സബഉ ഫിൽ കുർസി ഇല്ലാ കദറാഹിമ സബഅത്തിൻ ഉൽഖിയത് ഫി തുർസ്. 7 ആകാശങ്ങൾ അല്ലാഹുവിന്റെ കുർസി എന്ന് പറയുന്നത് സഹോദരങ്ങളെ മൗളിഉൽ ഖദമൈ അർ-റബ്ബ്, റബ്ബിന്റെ പാദങ്ങളുടെ പാദസ്ഥാനം എന്നാണ് കുർസിയുടെ അർത്ഥം. കുർസി എന്ന് പറഞ്ഞാൽ കസേര എന്നുള്ള അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ തെറ്റായിട്ട് ചില തഫ്സീറുകളുടെ പരിഭാഷയിൽ വന്നതുപോലെ അധികാരപീഠം എന്നുമല്ല. അത് തെറ്റായ അർത്ഥമാണ്. ചില പരിഭാഷകളിൽ മലയാളത്തിൽ അധികാരപീഠം എന്ന് കൊടുത്തത് കാണാം. അത് തെറ്റായ അർത്ഥമാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അർത്ഥമല്ല, മറിച്ച് അത് മൗളിഉൽ ഖദമൈ അർ-റബ്ബ്, റബ്ബിന്റെ കാൽപാദം വെക്കുന്ന സ്ഥലം എന്നാണ് അതിന്റെ തഫ്സീറുകൾ മുൻഗാമികളിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ കുർസിയെ കുറിച്ചാണ് പറയുന്നത്. ആ കുർസി, അതിൽ 7 ആകാശങ്ങൾ വെച്ചാൽ, കുർസിയുടെ വലിപ്പമാണ് ഈ പറയുന്നത്, ആ കുർസി അതിൽ 7 ആകാശങ്ങൾ വെച്ചാൽ ഇല്ല കദറാഹിമി സബ്അ, 7 വെള്ളി നാണയം ഉൽഖിയത് ഫി തുറുസ്, ഒരു പരിച ഉണ്ടല്ലോ, യുദ്ധത്തിനൊക്കെ ഉപയോഗിക്കുന്ന പരിച, അതിൽ 7 ചെറിയ വെള്ളി നാണയം വെച്ചാൽ എത്രയേ അതിനുണ്ടാവുകയുള്ളൂ? വളരെ ചെറിയൊരു പെർസെന്റേജ് അത് ഉൾക്കൊള്ളുകയുള്ളൂ. അത്രയും വലുതാണ് കുർസി. കുർസി എന്ന് പറയുന്ന അല്ലാഹുവിന് മൗളിഉൽ ഖദമൈ അർ-റബ്ബ്, റബ്ബിന്റെ കാൽപാദം വെക്കുന്ന കാര്യം മാത്രമാണ് കുർസി എന്ന് പറയുന്നത്. അത് അത്രയേ ഉള്ളൂ. അപ്പൊ കുർസി അത്ര വലുതാണ് എന്നറിയിക്കാനാണ് ഈ പറയുന്നത്.
ഈ അസർ അത് സഹീഹാണോ ദഈഫാണോ എന്നുള്ളതിൽ പല പണ്ഡിതന്മാർക്കും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം കൊടുത്തു വഖാല അബൂ ദർ റളിയല്ലാഹു അൻഹു, അബൂ ദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് അർഷിന്റെ വലിപ്പത്തെ കുറിച്ച് പറയാനാണ്. മൽ കുർസിയു ഫിൽ അർഷ്, കുർസി അർഷിൽ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ നമ്മൾ 7 ആകാശങ്ങൾ കുർസിയിൽ വെച്ച് കഴിഞ്ഞാൽ കുർസി എത്ര വലുതാണ് എന്ന് മനസ്സിലായി, ശരിക്കും ഉൾക്കൊള്ളുക. ഇനി പറയുന്നത് ഈ ഇത്രയും വലിപ്പമുള്ള 7 ആകാശങ്ങൾ വെച്ചാൽ ഒരു പരിചയിൽ വെറും 7 ദിർഹം വെച്ചാൽ എത്രയും സ്ഥലമേ ഉള്ളൂ. അങ്ങനെയുള്ള കുർസി, ഈ വലിപ്പമുള്ള കുർസി അർഷിനോട് അതിന്റെ സ്ഥലം താരതമ്യപ്പെടുത്താൽ ഇല്ലാ കഹലഖത്തിൻ മിൻ ഹദീദ് ഉൽഖിയത് ബൈന ളഹരി ഫലാത്തി മിനൽ അർദ്, വിശാലമായ ഒരു ഭൂമിയിൽ, വിശാലമായ ഒരു മരുഭൂമിയിൽ ഒരു ഇരുമ്പിന്റെ വളയിട്ടാൽ എത്ര സ്ഥലമേ അത് ഉൾക്കൊള്ളുകയുള്ളൂ? ചിലപ്പോൾ കാണുക തന്നെയില്ല. ഒരു വലിയ മരുഭൂമിയിൽ ഒരു ഇരുമ്പിന്റെ വളയം അതിന്റെ നടുവിലുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അത്രയും ചെറുതായിരിക്കും. അത്രയായിരിക്കും ഈ വിശാലമായ കുർസി. അർഷിനോട് അതിനുപമിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉണ്ടാവുകയുള്ളൂ എന്ന് കാണാൻ സാധിക്കും. ഈ ഹദീസ് ഹസനുൻ ലിഗൈരിഹിയാണ്, സ്വീകരിക്കപ്പെടുന്ന ഹദീസ് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അർഷിന്റെ വലിപ്പം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതിനുശേഷം ഇനിയും അള്ളാഹുവിന്റെ പടപ്പുകളുടെ വലിപ്പമാണ് മനസ്സിലാക്കി തരുന്ന 2 അസറുകൾ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. വഅനി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈന സമാഇ ദുനിയ, ശരിക്കും ശ്രദ്ധിക്കണം ഓരോ വാക്കുകൾ, ബൈന സമാഇ ദുനിയ വല്ലതി തലിഹ 500 ആം, നമ്മുടെ അന്തരീക്ഷത്തിലുള്ള, അതായത് ആദ്യത്തെ ആകാശം എന്ന് പറയുന്നത് അവിടുന്ന് അതിന്റെ അടുത്ത ആകാശത്തേക്ക് 500 വർഷം വഴിദൂരമാണ്. 500 വർഷം 500 വർഷം ഒരാൾ തുടർച്ചയായി യാത്ര ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് അപ്പുറത്തെത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത ആകാശവും അതിനുശേഷമുള്ള ആകാശവും തമ്മിൽ അത്രയും 500 വർഷം വഴിദൂരമുണ്ട്. 500 കിലോമീറ്റർ അല്ല, 500 വർഷം സഞ്ചരിച്ചു കഴിഞ്ഞാൽ എത്ര എത്തുക? അത്രയുണ്ട്. വബൈന കുല്ലി സമാഇൻ വസമാഇൻ 500 ആം, അങ്ങനെ 7 ആകാശത്തിന്റെ ഓരോ ആകാശത്തിന്റെയും ഇടയിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 500 വർഷത്തെ വഴിദൂരമാണ്. വബൈന സമാഇ സാബിഅ, അങ്ങനെ 7ആം ആകാശത്തേക്ക് നമ്മൾ എത്തി, 500 വെച്ച് പോയിട്ട്. അങ്ങനെ 7ആം ആകാശത്തിന്റെയും വൽ കുർസി, അതിന് മുകളിലാണ് കുർസി ഉള്ളത്, ആ കുർസിയുടെയും ഇടയിലുള്ള അതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 500 ആം, അതും 500 വർഷ വഴിദൂരമാണ്. വബൈനൽ കുർസി വൽ മാഇ 500 ആം, ഇനി ആ കുർസിക്ക് മുകളിലാണ് വെള്ളമുള്ളത്. കുർസിയുടെ മുകളിൽ വെള്ളമുണ്ട്. ആ വെള്ളത്തിലേക്കുള്ള ദൂരവും 500 വർഷം വഴിദൂരം തന്നെയാണ്. വൽ അർശു ഫൗഖൽ മാ, ആ വെള്ളത്തിന് മുകളിലാണ് അർഷുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിംഹാസനം എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലാഹുവിന്റെ അർഷുള്ളത് ആ വെള്ളത്തിന് മുകളിലാണ്. വല്ലാഹു ഫൗഖൽ അർശ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർഷിനും മുകളിലാണ്. അല്ലാഹുവിന് മുകളിൽ ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുകളിൽ ഒന്നും ഒരു പടപ്പുമില്ല. അല്ലാഹുവാണ് ഏറ്റവും ഉത്തംഗതിയിലുള്ളത്. വല്ലാഹു ഫൗഖൽ അർശ്. എന്നിട്ടും ലാ യഖ്ഫ അലൈഹി ശൈഉം മിൻ അഅമാലിക്കും, ഈ ചെറിയ ഭൂമി, നമ്മൾ എവിടത്തേക്കാണ് ഇങ്ങനെ പോയത്? അത്രയും മുകളിലേക്കാണ് പോയത്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയാണുള്ളത്. പക്ഷേ ലാ യഖ്ഫ അലൈഹി ശൈഉം മിൻ അഅമാലിക്കും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ചെറുതുപോലും അല്ലാഹുവിന് ഗോപ്യമല്ല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും ഉയരങ്ങളിലാണുള്ളത്. അല്ലാഹുവിന്റെ ഉലു അറിയിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. അല്ലാഹു എല്ലാ സ്ഥലത്തുമില്ല. അല്ലാഹു 7 ആകാശത്തിന് മുകളിൽ അർശിന് മുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. അർ റഹ്മാനു അലൽ അർശി ഇസ്തവാ എന്ന് ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ ഉപവിഷ്ടനായിരിക്കുന്നു. അല്ലാഹുവിന് യോജിക്കുന്ന രൂപത്തിലാണ് അതുള്ളത്. നോക്കൂ സഹോദരങ്ങളെ, അവിടെ ഉള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നമ്മളെ കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ നിസ്സാരമായ ഒരു കാര്യം ഗോപ്യമല്ല. ഒരു ഇരുണ്ട രാവിൽ ഒരു ഇരുട്ടുള്ള രാവിൽ ഒരു വലിയ കറുത്ത ഇരുട്ടുള്ള പാറക്കല്ലിന് മുകളിൽ ഒരു കറുത്തിരുണ്ട ഒരു ഉറുമ്പ് നീങ്ങിപ്പോയാലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൽ നിന്നുണ്ടാകുന്ന നിസ്സാരമായ ശബ്ദം അല്ലാഹു തആലക്ക് കേൾക്കാൻ സാധിക്കും. അല്ലാഹുവിന് അത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആലയെ കുറിച്ച് അവർ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കിയിരുന്നെങ്കിൽ, അല്ലാഹുവിനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാൻ സാധിക്കുമായിരുന്നില്ല, അവനിൽ പങ്കു ചേർക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. ശേഷം അവസാനം കൊടുത്തിട്ടുള്ള ഒരു അസർ വഅനിൽ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ സഹോദരന്മാരിൽ ഒരാളാണ് അൽ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. അദ്ദേഹം പറയുന്നു,
ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങളോട് ചോദിച്ചു, ഹൽ തദ്റൂന കം ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾക്കിടയിൽ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ, എത്ര ദൂരമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനുമാണ് അറിയുക. ഖാൽ, പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇതും ഇങ്ങനെ നമുക്ക് വിശാലമായി അള്ളാഹുവിന്റെ പടപ്പുകളുടെ വലിപ്പം എത്രയാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈനഹുമാ മസീറത്തു 500 സന, 500 വർഷം വഴിദൂരം. ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ ഒരാൾ 500 വർഷം യാത്ര ചെയ്താൽ മാത്രമേ, യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല, ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് എത്തി നമുക്ക് പോകാൻ തന്നെ സാധിക്കുകയില്ല. പക്ഷെ അതിന് ദൂരം പറഞ്ഞു തരികയാണ്. 500 വർഷം വഴിദൂരം പോയാലേ ഒന്നാമത്തെ നമ്മൾ ഈ കാണുന്ന ആകാശമുണ്ടല്ലോ, ആ ആകാശത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വമിൻ കുല്ലി സമാഇൻ ഇലാ സമാഇൻ, അതിനുശേഷം പിന്നെയും 6 ആകാശങ്ങൾ മുകളിലുണ്ട്. ആ ഓരോ ആകാശത്തിൽ നിന്നും അടുത്ത ആകാശത്തിലേക്ക് 500 വർഷം വഴിദൂരമുണ്ട്. ഇനി വകിസഫു കുല്ലി സമാഇൻ മസീറത്തു 500 സന, ഈ ആകാശങ്ങൾ ഒരു നേരിയ പാളിയല്ല, ആകാശങ്ങൾ വളരെ കട്ടിയുള്ളതാണ്. ആ ഓരോ ആകാശങ്ങളുടെയും കിസഫ്, അതിന്റെ കട്ടി എന്ന് പറയുന്നത് 500 വർഷമാണ് എന്ന് മനസ്സിലാക്കുക. അതായത് 500 വർഷം യാത്ര ചെയ്താൽ ആകാശത്തിന്റെ ഒരു അറ്റത്താണ് നമ്മൾ എത്തുക. ആ ആകാശത്തിന്റെ കട്ടി വിട്ട് കിടക്കാൻ 500 വർഷം വീണ്ടും യാത്ര ചെയ്യണം. എന്നിട്ടാണ് 500 വർഷം യാത്ര ചെയ്താൽ അടുത്ത ആകാശത്തിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഓരോന്നും ഉണ്ടാകുന്നത്. ഇനി അവസാനം വബൈന സമാഇ സാബിഅ വൽ അർശി ബഹ്റുൻ, അങ്ങനെ 7ാം ആകാശത്തിന്റെയും അർഷിന്റെയും ഇടയിൽ ഒരു വലിയ ബഹറുണ്ട്, ഒരു നദിയുണ്ട്. ബൈന അസ്ഫലിഹി വഅലാഹു കമാ ബൈന സമാഇ വൽ അർദ്, ആ നദിയുടെ താഴെയും മുകളിലുമുള്ള ആ നദിയുടെ ആ തിക്നെസ് അതെന്ന് പറയുന്നത് അത് എത്രയാണ്? ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമികൾ അത്രയുമാണ്. 500 വർഷം വഴിദൂരം അതിനുമുണ്ട്. വല്ലാഹു തആല ഫൗക ദാലിക്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അർശിന്റെ എല്ലാം മുകളിലാണ്. വലൈസ യഖ്ഫ അലൈഹി ശൈഉൻ മിൻ അഅമാലി ബനി ആദം, എന്നിട്ടും ആദം സന്തതിയുടെ ഒരു പ്രവർത്തനം പോലും അള്ളാഹുവിന് ഗോപ്യമായിട്ടില്ല. എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അള്ളാഹു നമ്മുടെ സംസാരം കേൾക്കുന്നു. ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളിൽ ഓരോരുത്തരെയും അള്ളാഹു തആല അറിയുന്നു. അള്ളാഹു തആല ഓരോരുത്തരും എന്തു ചിന്തിക്കുന്നു, എന്താണ് അവരുടെ മനസ്സിലുള്ളത്, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിലും അള്ളാഹുവിന്റെ പടപ്പുകളെ കുറിച്ചുള്ള വലിപ്പമാണ് പറഞ്ഞത്. ഇതിന്റെ എല്ലാം മുകളിലാണ് അള്ളാഹു അക്ബർ, ഏറ്റവും വലിയവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു തആലയെ കുറിച്ച് ഇങ്ങനെയെല്ലാം മനസ്സിലാക്കിയ, അള്ളാഹുവിന്റെ കഴിവിനെയും ശക്തിയൊക്കെ മനസ്സിലാക്കിയ ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഒരു ശക്തിയുമില്ലാത്ത, ഒരു കഴിവുമില്ലാത്ത, മരിച്ചു പോകാനുള്ള, നശിച്ചു പോകാനുള്ള ആളുകളിലേക്ക് അഭയം പ്രാപിക്കാൻ സാധിക്കുക? ദുർബലരായ ആളുകൾ, ഇവരിനോടാണ് ചോദിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, സഹായം എന്താണ് ഇവർ ഉടമപ്പെടുത്തിയത് നൽകാൻ? എന്താണ് ഇവർക്ക് രക്ഷിക്കാൻ സാധിക്കുക? പ്രയാസം വന്നാൽ ഇത്രയും കഴിവും ശക്തിയുമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു ഉപദ്രവം നിശ്ചയിച്ചാൽ ഇവർക്ക് എന്താണ് സാധിക്കാൻ സാധിക്കുക? ഈ ബിംബത്തിന് എന്ത് ചെയ്തു തരാൻ സാധിക്കും? ഈ വിഗ്രഹത്തിന് എന്ത് തരാൻ സാധിക്കും? കുരിശുകൾക്ക് എന്ത് ചെയ്തു തരാൻ സാധിക്കും? ഖബറിൽ കിടക്കുന്ന, ജാറത്തിൽ കിടക്കുന്ന, മരിച്ചുപോയി തന്റെ ബർസഖി ജീവിതം, അതൊന്നുകിൽ സ്വർഗീയ ജീവിതം അല്ലെങ്കിൽ നരകീയ ജീവിതം, ഇത് ആസ്വദിക്കുന്ന ഒരുവന് എന്ത് ചെയ്തു തരാൻ അതിന് പുറത്തുള്ള ആളുകൾക്ക് ചെയ്തു തരാൻ സാധിക്കും? ഒന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം കഴിവുള്ള, ശക്തിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മഹത്വം കൽപ്പിക്കാതെ, അവന് നൽകേണ്ട ഗാംഭീര്യം നൽകാതെ, അവന്റെ പ്രതാപം മനസ്സിലാക്കാതെ, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പോലെ കണക്കാക്കാതെയുള്ള ആളുകളാണ് സഹോദരങ്ങളെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ തിന്മയായ ശിർക്ക് ചെയ്യുന്നത്, അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അയച്ച പ്രവാചകന്റെ റിസാലത്തിനെ നിഷേധിക്കുന്നത്, ഇങ്ങനെല്ലാം ചെയ്യുന്നത് അള്ളാഹു തആലയെ കണക്കാക്കേണ്ട പ്രകാരം കണക്കാക്കാത്ത ആളുകളാണ് സഹോദരങ്ങളെ. ഇതോടുകൂടി കിതാബ് തൗഹീദ് അൽഹംദുലില്ലാഹ് അത് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഏകദേശം 66 അല്ലെങ്കിൽ 67 അധ്യായങ്ങളാണ് ഇതിനുള്ളത്. എണ്ണത്തിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ചില പണ്ഡിതന്മാർ ഇതിന്റെ 1ാമത്തെ അധ്യായമായി നമ്മൾ കണക്കുകൂട്ടിയ അധ്യായം അത് മുഴുവൻ കിതാബിന്റെയും ഒരു ആമുഖമാണ്, മുഖദ്ദിമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് എണ്ണിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 63 അല്ലെങ്കിൽ 66 അല്ലെങ്കിൽ 67 അധ്യായങ്ങളായിട്ടാണ് ഇത് കാണുക. ഇതിൽ പലരും ഈ ദർസ് മുഴുവനും കേട്ട ആളുകളല്ല. ചിലർ മറ്റു ചില കിതാബ് തൗഹീദിന്റെ ദർസിൽ പൂർണ്ണമായി കേട്ടവരും ഉണ്ടാകും. എന്തു തന്നെയായാലും സഹോദരങ്ങളെ, നസീഹ, ഉപദേശം എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും തൗഹീദുമായി ബന്ധപ്പെട്ടുള്ള പഠനം ഒരിക്കലും ഉപേക്ഷിക്കരുത്, നിർത്തുകയും ചെയ്യരുത്, ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പടച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വിശദീകരിക്കുന്ന
കാര്യമാണ് ഈ കിതാബിലുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഈ ആയത്ത് കൊണ്ടാണ് കിതാബ് തൗഹീദ് ആരംഭിക്കുന്നത്. അല്ലാഹു തആല മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും പടച്ചത് അവനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അപ്പൊ ആ ഇബാദത്ത് നിന്ന് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, ഷിർക്കിന്റെ മുഖങ്ങൾ ഏതൊക്കെയാണ്, ഇബാദത്തുകൾ നന്നാകണമെങ്കിൽ എങ്ങനെ ചെയ്യണം, ഇബാദത്തിൽ വീഴ്ച വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് ഇതിൽ ചർച്ച. അപ്പൊ നമ്മളെ പടച്ച ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് ഒരാൾ ഖുർആനിന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ കിതാബുകൾ എഴുതി തന്നാൽ അത് എത്ര വലിയ അനുഗ്രഹമാണ്. അങ്ങനെ ഒരു കാര്യമുണ്ടായിട്ട് നമ്മളത് പഠിക്കുന്നില്ല എങ്കിൽ സഹോദരങ്ങളെ വലിയ അബദ്ധമാണ്. അതുകൊണ്ട് ഇൽമ് നമ്മൾ പഠിക്കുക. അതിലേറ്റവും വലിയ ഇൽമ് എന്ന് പറയുന്നത് തൗഹീദിന്റെ ഇൽമാണ്. ഇനിയും കിതാബ് തൗഹീദ് പൂർണ്ണമായി കേൾക്കാത്ത ആളുകളുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ് ഓഡിയോ ദർസുകൾ ധാരാളം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അത് കേൾക്കാൻ ശ്രദ്ധിക്കുക, കേട്ട് പഠിക്കുക, ഓരോ ആയത്തുകളും തെളിവുകളും പഠിക്കുക. ഒന്നാമത്തെ അധ്യായം തൗഹീദ് വാജിബാണ്, നിർബന്ധമാണ്. അല്ലാഹു തആലയെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. അതിനുള്ള തെളിവ് ഓരോ തെളിവുകളാണ്, ആയത്തുകൾ, ഹദീസുകൾ. ഇത് മാത്രം ഇതിൽ കാണാൻ സാധിക്കൂ. തൗഹീദിന് എന്ന ശ്രേഷ്ഠതയുണ്ട്. തൗഹീദ് ഇങ്ങനെ പൂർണ്ണമാക്കിയാൽ ഒരു വിചാരണയുമില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഷിർക്ക് അത് ഭയപ്പെടേണ്ട കാര്യമാണ്. അതുപോലെ ഷിർക്കിന്റെ വ്യത്യസ്ത ഇനങ്ങൾ, വലിയ ഷിർക്കുകൾ, ചെറിയ ഷിർക്കുകൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അല്ലാഹു തആലയോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തൗഹീദിനെതിരായ, നമ്മൾ പോലും അറിയാതെ സംസാരിക്കുന്ന വാക്കുകൾ, ഇത് ഇന്നാൽ ഇന്നതൊക്കെയാണ്, ഇത് സംസാരിക്കാൻ പാടില്ല, ഇതിങ്ങനെ പറയാൻ പാടില്ല എന്നതെല്ലാം വിശദീകരിക്കുന്ന പൂർണ്ണമായിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ ഈ ഗ്രന്ഥത്തിലുള്ളത്. ഇനി ഇതുപോലെയുള്ള തൗഹീദുമായി ബന്ധപ്പെട്ട ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഈ ഒരു ഗ്രന്ഥത്തിന് വലിയ ബറക്കത്തുണ്ട്, അല്ലാഹു തആലയുടെ വലിയ ഖബൂലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഷെയ്ഖ് 200 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ്. പക്ഷെ അൽഹംദുലില്ലാഹ് ഇന്നും ലോകത്തിന്റെ വ്യത്യസ്ത ദിക്കുകളിൽ അൽഹംദുലില്ലാഹ് ആളുകൾ ഈ ഒരു ഗ്രന്ഥത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖിനാൽ തൗഹീദിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിലും സഹോദരങ്ങളെ തൗഹീദ് ദഅവത്ത്, ഷിർക്കിനെതിരെയുള്ള ദഅവത്ത് അത് പ്രചരിക്കാൻ ഏറ്റവും കാരണമായത് അൽഹംദുലില്ലാഹ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ സൗദി അറേബ്യയിലെ നജ്ദിൽ നടന്ന ദഅവത്തിന്റെ ഭാഗം തന്നെയാണ്. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ, ഈജിപ്തിൽ, സുഡാനിൽ, അങ്ങനെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ദഅവത്ത്, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ കിതാബുകളുമായും പഠിച്ചു വന്നവരുമായി എത്തിയിട്ടുണ്ട്. അപ്പം അത് വലിയ നമുക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യേണ്ട, അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് നന്നായി പഠിക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും തൗഹീദിന് വിരുദ്ധമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ തന്നെ തൗഹീദിന്റെ കലിമത്തായ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അവസാനം പറഞ്ഞുകൊണ്ട് മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.